2-3 തലമുറകളായി കൈവശം വെച്ച കൃഷി ചെയ്തു വരുന്ന ഭൂമിക്ക് പട്ടയം നൽകാത്തതിൽ പ്രതിഷേധവുമായി ഇടുക്കി കാന്തിപ്പാറ വില്ലേജിലെ കർഷകർ ഭൂപതിവ് ഓഫീസിന് മുന്നിൽ കർഷകരുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. 2017 മുതൽ പട്ടയത്തിനായി അപേക്ഷ നൽകിയവർക്കാണ് ഇതുവരെ പട്ടയം ലഭിക്കാത്തത്. ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഈ ഭൂമികളിൽ പിന്നീട് പട്ടയം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തെങ്കിലും കാന്തിപ്പാറ വില്ലേജിലെ സബ് ഡിവിഷൻ നമ്പർ 104 ഉൾപ്പെട്ട 25ഓളം കുടുംബങ്ങൾക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത്. പതിറ്റാണ്ടുകളായി കൃഷി ചെയ്തു വരുന്ന ഭൂമിയിൽ നിയമപരമായ അവകാശം ലഭിക്കാതെ തുടരേണ്ടി വരുന്നത് വലിയ അനീതിയാണെന്നാണ് കർഷകരുടെ നിലപാട്. നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് നാളിതുവരെയായിട്ട് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറയുന്നത് എന്തോ ഒരു തടസ്സം കിടക്കുന്നതായിട്ടാണ് പറയുന്നത്. 104 ഡിവിഷനിൽ തടസ്സപ്പെട്ട് കിടക്കുന്നതായിട്ട് പറയുന്നു. പട്ടയം വിതരണം വൈകാൻ കാരണം മുൻപ് നൽകിയ ചില പട്ടയങ്ങൾ ക്രമരഹിതമാണെന്ന ആക്ഷേപമാണെന്ന് കർഷകർ പറയുന്നു. ഇതിനെ തുടർന്ന് വിഷയത്തിൽ വ്യക്തത വരുത്തുന്നതിനായി പ്രത്യേക സർവേ നടത്തി സ്കെച്ച് തയ്യാറാക്കി പട്ടയം നൽകണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം താലൂക്ക് സർവേ സൂപ്രണ്ട് ഓഫീസിൽ നിന്ന് സ്കെച്ചുകൾ തയ്യാറാക്കിയെങ്കിലും അതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ ഉണ്ടായില്ലെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. സ്കെച്ചുകൾ തയ്യാറായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പഴയ നടപടികൾ മുന്നോട്ടു പോകാതിരുന്നതോടെ കർഷകർ വീണ്ടും സമരപാതയിലേക്ക് ഇറങ്ങുകയായിരുന്നു. പട്ടയം ലഭിക്കാത്തതിനെ തുടർന്ന് നിരവധി കർഷകർക്ക് ബാങ്ക് വായ്പ ലഭിക്കാതെയും കൃഷി വികസന പദ്ധതികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്നതായും പ്രതിഷേധക്കാർ പറഞ്ഞു. ഞങ്ങൾക്ക് അർഹതയുള്ളത് കിട്ടണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഇതാണ് അതിൻ്റെ ഒരു ശക്തമായ പ്രതിഷേധമാണ്. കാരണം 2 തരം പൗരന്മാരല്ലല്ലോ. ഭൂരിപക്ഷം ആളുകൾക്ക് കിട്ടുകയും അല്ലാത്തവർക്ക് കിട്ടാണ്ട് വരികയും ചെയ്യുമ്പം ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലുമുള്ള അവരുടെ അനാസ്ഥയും അഴിമതിയാണ്. ഡിജിറ്റൽ സർവേ പൂർത്തിയായിട്ടുണ്ടെന്നും ഭൂമികളുടെ രേഖകൾ പരിശോധിച്ചു വരികയാണെന്നും ഈ മാസം 25-ന് ശേഷം പട്ടയ നടപടികൾ പുനരാരംഭിക്കുമെന്നും രാജകുമാരി ഭൂപതിവ് ഡെപ്യൂട്ടി തഹസിൽദാർ കർഷകർക്ക് ഉറപ്പു നൽകി. ഇപ്പോൾ ഡിജിറ്റൽ സർവേ അവിടെ പൂർത്തിയായിട്ടുണ്ട്. ആ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ നോക്കിയിട്ട് ഇൻഡിവിജ്വലായിട്ട് സ്കെച്ചുകൾ തയ്യാറാക്കി പട്ടയം നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഒരു സർവേറേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകമായിട്ട് ഒരു ടീമിനെ കൂടി നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് DDയോട് നമ്മുടെ ഹെഡ് സർവേയർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.